ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജെൻസി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഹൗ ഐ ക്ലിയർഡ് മൈ സ്കിൻ. ഹൗ ഡിഫിക്കൾട്ട് ദാറ്റ് ജേർണി വാസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാം. അന്ന് അവർ ചോദിക്കുകയും ചെയ്യുമായിരുന്നു, എന്താ പറ്റിയേ, എന്താ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നതെന്നൊക്കെ. ഭയങ്കര ഡൾ സ്കിന്നായിരുന്നു. കൂടുതലും കുരുക്കൾ വന്നിട്ട് അതിൻ്റെ പാടുകൾ ഇങ്ങനെ തന്നെ അവിടെ സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു. അത് പോകാൻ ഭയങ്കര പാടായിരുന്നു. ബേസിക്കലി ഞാൻ എൻ്റെ സ്കിൻ ഒട്ടും ടേക്ക് കെയർ ചെയ്യത്തില്ലായിരുന്നു. സെക്കൻഡ് തിങ്, എനിക്ക് എൻ്റെ സ്ലീപ്പ് റൂട്ടീൻ ഭയങ്കര ബാഡായിരുന്നു. തേർഡ് തിങ്, എൻ്റെ ഫുഡ് ഇൻടേക്ക്. ഈ 3 പ്രശ്നങ്ങൾ ഞാൻ ഒരു രീതിയിലാണ് പിന്നെ ശരിയായത്. എൻ്റെ സ്ലീപ്പ് റൂട്ടീൻ ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലസ് ഞാൻ ജോലിയും കൂടെ ചെയ്യുമായിരുന്നു. അത് സ്ട്രെസ്സ് ഭയങ്കര എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ സ്കിന്നിലായിരുന്നു അത് അറിയാനുണ്ടായിരുന്നു, മുഖത്ത് ശരിക്കും അറിയാനുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഇൻടേക്ക്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എനിക്ക് സമയം കിട്ടാറില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫുഡ് ഇൻടേക്ക് ഭയങ്കര ബാഡായിരുന്നു എന്ന് പറയാം. അത് എൻ്റെ മുഖത്ത് അറിയാനുണ്ടായിരുന്നു. പിന്നീട് ഞാനത് ശരിയാക്കിയത് ഒരു 2023-2024 ഈ സമയത്താണ് ഞാൻ എൻ്റെ എല്ലാം റൂട്ടീനും ശരിയാക്കിയത്. എൻ്റെ പഠിത്തമെല്ലാം തീർന്ന് എനിക്ക് ജസ്റ്റ് ജോലി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോഴാണ് എനിക്ക് വേണ്ടി തന്നെ ഒരു സമയം കിട്ടിയത്. അത് കിട്ടിയപ്പോഴാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് ഏതൊക്കെ കാര്യങ്ങൾ പറ്റും, എന്തൊക്കെയാണ് ആക്നെ മാർക്സ് മാറ്റാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ട് അതെനിക്ക് പിന്നെയും പണിയായിട്ട് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ പിന്നീട് ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ റിയലി ഹോപ്പ് ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ യു ഓൾ. അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കാമെന്ന്. ഞാൻ ആദ്യം ചെയ്യാൻ തുടങ്ങിയത് ഫേസ് വാഷാണ്. എന്ന് നിങ്ങൾ ആലോചിക്കുമായിരിക്കും, നിങ്ങൾ മുഖം കഴുകത്തില്ലായിരുന്നോ? ഞാൻ കഴുകുമായിരുന്നു, പക്ഷേ ഞാൻ അത്രയ്ക്കും ആ ഒരു ഫാക്ടറിനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ലായിരുന്നു ആ സമയത്ത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓവർ വാഷ് ചെയ്താലും പ്രശ്നമാണ്. 2 times per day ഇറ്റ് ഈസ് ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് മാക്സിമം. അത് ഭയങ്കര നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചെയ്യാൻ തുടങ്ങിയത് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ മുഖം കഴുകും. അത് കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസർ ഇടും. അത് കഴിഞ്ഞ് വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് അല്ല എവിടെയെങ്കിലും പുറത്ത് പോയി വന്നിട്ട് ഞാൻ മുഖം കഴുകും. ഇതാണ് ഞാൻ ചെയ്യാറുള്ള ഇപ്പോഴത്തെ പരിപാടി. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതായത് നമ്മുടെ മുഖത്തെ ഇമ്പ്യൂരിറ്റീസ് ശരിക്കും പോകാനായിട്ട് ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്തത് ന്യൂട്രിജീനയുടെ ക്ലിയർ ആൻഡ് റേഡിയൻറ്റ് ഫേസ് സ്ക്രബ് പ്ലസ് ഫേസ് വാഷാണ്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക് ന്യൂട്രിജീനയുടെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നിന് സൂട്ടാവാറുണ്ട്. നിങ്ങൾക്കും ഇത് സൂട്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം എല്ലാ സ്കിന്നും ഇത് ഫോർ നോർമൽ സ്കിൻ ടു ഡ്രൈ സ്കിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് ഓയിൽ ഫ്രീ ഫേസ് വാഷാണ്. അപ്പം ഇത് ഏകദേശം ഭയങ്കര രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. എനിക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവും. പിന്നീട് ഞാൻ ഉപയോഗിച്ചത് മോയ്സ്ചറൈസറാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം ഭയങ്കര തണുപ്പുള്ള രാജ്യമാണ്. ഈ ഒരു കൺട്രിയിൽ ബേസിക്കലി നമുക്ക് തണുപ്പ് -20 to -30. -31 മേളിൽ പോയിട്ടില്ല. -30 വരെയാണ് മാക്സിമം പോകുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബോഡി ഷോപ്പിൻ്റെ വിറ്റമിൻ സി മോയ്സ്ചറൈസറാണ്. ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നെന്നല്ല, ഇപ്പോഴും ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഇതൊക്കെ തന്നെ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. സെയിം പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഗ്ലോ ബൂസ്റ്റിംഗ് വിറ്റമിൻ സി മോയ്സ്ചറൈസറാണ്. ഇത് നന്നായിട്ട് എൻ്റെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. മോയ്സ്ചറൈസർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇതൊന്നും നേരത്തെ തേക്കില്ലായിരുന്നു. ഞാൻ ഈ സമയത്തെ കാര്യമാണ് പറയുന്നത്. ഇത് കാരണമൊക്കെ തന്നെയാണ് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായത്. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുള്ളാണ്. മോയ്സ്ചറൈസർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ സമ്മറിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പം സമ്മർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല.
ഇപ്പോൾ ഇവിടെ വിൻ്ററാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാറില്ല. ചില സമയം ഇവിടെ സൺ വരാറില്ല. ഇവിടെ സൂര്യൻ നമ്മൾ കാണുന്നത് കുറേ മാസങ്ങൾക്ക് കഴിഞ്ഞാണ്. സമ്മർ വരുമ്പോൾ മാത്രമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് സൂര്യൻ ഇവിടെ വരാറില്ല. ചില ദിവസങ്ങളിൽ വന്നാൽ വന്നു എന്നുള്ള ഒരു അതിഥിയാണ്. അതൊരു അതിഥിയായിട്ട് വന്നാൽ വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട്, സൺസ്ക്രീൻ തേക്കാറുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്ന വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 വർഷമായിട്ട് ഇത് തുടങ്ങിയ ഒരു സംഭവമാണ്. ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സിറം യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഞാൻ സിറം കണ്ടിട്ടുണ്ട്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പറയുന്നതൊക്കെ യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സിറവും എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിന് ഹെൽപ്ഫുൾ ആയിരുന്നില്ല. ആകെപ്പാടെ ഹെൽപ്ഫുൾ ആയിരുന്നത് ലാ റോഷെ പോസയുടെ എഫാക്ലർ എന്ന് പറഞ്ഞ സിറമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഈ ഒരു സിറം ഇത് ആൻറ്റി മാർക്സ് സിറമാണ്. എഫാക്ലർ സിറം അൾട്രാ കോൺസെൻട്രേറ്റ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ ഒരു സിറം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ബേസിക്കലി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ സ്കിൻ ആദ്യം 3 വീക്സ് ചെറുതായിട്ട് പീൽ ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ റിവ്യൂ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നാച്ചുറലാണ്, ഭയങ്കര കോമൺ ആണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പിന്നീട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ യൂസ് ടു ആയപ്പം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡിഫറൻസ്. എൻ്റെ മുഖത്തെ കുരുക്കളുടെ പാടൊക്കെ മാറാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് മാറി. എൻ്റെ ഭയങ്കര സ്റ്റബേൺ പാടുകളായിരുന്നു, ഭയങ്കര സ്റ്റബേൺ മാർക്സ് ആയിരുന്നു, ഒട്ടും പോകത്തില്ലായിരുന്നു, ഒരു രീതിയിലും പോകത്തില്ലായിരുന്നു. ഇത് തേക്കാൻ തുടങ്ങിയപ്പം എൻ്റെ മുഖത്തെ എല്ലാ പാടുകളും മാറാൻ തുടങ്ങി. ഇത് ഞാൻ ഇവിടുത്തെ ഫാർമസിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് കുറച്ച് പൊടിക്ക് എക്സ്പെൻസീവ് ആണ് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. പക്ഷേ ഞാൻ ഇത് ഓഫറുള്ള സമയത്ത് മാത്രമാണ് ഫാർമസിയിൽ നിന്ന് വാങ്ങാറുള്ളത്. ഞാൻ എല്ലാ മാസവും നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് വേണ്ടി ഒരു ചെറിയ തുക ഞാൻ മാറ്റി വെക്കാറുണ്ട്. 30 to 40 euro എനിക്ക് വേണ്ടി അത് ഞാൻ മാറ്റി വെക്കാറുണ്ട്. ഈ സിറം എനിക്ക് ലിറ്ററൽ സ്കിൻ സേവർ ആണെന്ന് എനിക്ക് പറയാമായിരുന്നു. എന്നെ സേവ് ചെയ്തത് ഈ ഒരു സിറമായിരുന്നു. ഐ റിയലി ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെപ്പോലെ ഒരുപാട് സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവർ കുറേ പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ റിയലി ഹോപ്പ് ഇത് അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.